മലപ്പുറം ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയം വീണ്ടും ഉണർത്തുന്ന ആ നിമിഷം അങ്ങനെ വന്നിരിക്കുകയാണ്. സൂപ്പർ ലീഗ് കേരളയുടെ 3ാം റൗണ്ടിൽ ഫുട്ബോളിന്റെ ആത്മാവ് പോലെ തന്നെ ജീവിക്കുന്ന പയ്യനാട് സ്റ്റേഡിയത്തിൽ മലപ്പുറം എഫ്സിയും കാലിക്കറ്റ് എഫ്സിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നാളെ വൈകിട്ട് 7:30 അരങ്ങേറുകയാണ്. ഈ മത്സരം ഒരു സാധാരണമായിട്ടുള്ള ലീഗ് പോരാട്ടമല്ല, അത് ആത്മാഭിമാനത്തിന്റെയും ആരാധകരുടെ സ്വപ്നങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. മലപ്പുറം എഫ്സിക്ക് കഴിഞ്ഞ മത്സരം കണ്ണൂർ വാരിയേഴ്സിനെതിരെ സമനിലയിൽ അവസാനിച്ചതിനാൽ ഈ ഒരു ജയം അത്യാവശ്യമാണ്. അതേസമയം കാലിക്കറ്റ് എഫ്സിയും തൃശൂർ മാജിക് എഫ്സിയോട് സ്വന്തം തട്ടകത്തിൽ തോറ്റതിന്റെ പാട് മറക്കാനാണ് ഇറങ്ങുകയും ചെയ്യുന്നത്. ഇരു ടീമുകൾക്കും ഈ മത്സരം ഒരു വഴിത്തിരിവ് പോലെയാണ്. മലപ്പുറം എഫ്സിയുടെ ഈ സീസൺ തുടക്കം മികച്ചതായിരുന്നു. ആദ്യ മത്സരത്തിൽ തൃശൂർ മാജിക്കിനെതിരെ അവർ തീർച്ചയായും തങ്ങളുടെ ശക്തിയെ തെളിയിക്കുകയും ചെയ്തു. രണ്ടാം മത്സരത്തിൽ കണ്ണൂരിനെതിരെ മികച്ച വിജയം മിസ്സായെങ്കിലും അവർ പ്രതിരോധത്തിന്റെ സ്ഥിരത പുലർത്തുകയും ആക്രമണത്തിൽ നല്ല മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. രണ്ടാമത്തെ മത്സരത്തിന് ശേഷമുള്ള 4 പോയിന്റ് അത് അവരെ ലീഗ് പട്ടികയിൽ മുൻനിരയിൽ നിലനിർത്തുകയാണ് ചെയ്തത്. മലപ്പുറത്തിന്റെ ആരാധകർക്ക് ഈ ഫലങ്ങൾ പ്രതീക്ഷയുടെ കണികയായി മാറിയിട്ടുമുണ്ട്. അതേസമയം കാലിക്കറ്റിന് മറ്റ് 2 മത്സരങ്ങളിൽ നിന്ന് 3 പോയിന്റുകൾ മാത്രമേ കൈവന്നിട്ടുമുള്ളൂ. എന്നാൽ അവരുടെ കളിയിൽ കാണുന്ന ഉന്മേഷവും പന്ത് കൈവശം വെക്കാനുള്ള കഴിവ്, മധ്യനിരയിലെ മികവ് എന്നിവയെല്ലാം അവരെ എതിരാളികൾക്ക് മികച്ച വെല്ലുവിളിയാക്കുന്ന ഘടകങ്ങൾ കൂടിയാണ്. മലപ്പുറത്തിന്റെ പ്രതിരോധ നിരയെ ഈ സീസണിൽ പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. ഗോൾ കീപ്പർ അസ്ഹറിന്റെ പ്രകടനം ടീമിന്റെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറയാണ്. പ്രതിരോധത്തിൽ ഐറ്റർ, ഹക്കു, ജിതിൻ, നിതിൻ തുടങ്ങി മധു തുടങ്ങിയ ആളുകൾ ചേർന്നാണ് ടീം മികച്ച ഉറച്ച മതിൽ തീർക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും അവർ ഗോൾ വഴങ്ങാതെ ക്ലീൻ ഷീറ്റ് നിലനിർത്തിയതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട തെളിവ്. ഈ സ്ഥിരതയും പ്രതിരോധത്തിലെ ഏകോപനവും മലപ്പുറത്തെ എതിരാളികൾക്ക് കടക്കാനാവാത്തൊരു മതിലാക്കി മാറ്റിയിരിക്കുകയാണ്. മലപ്പുറത്തിന്റെ കോച്ച് മിഗൽ കോറലും ഈ ഫോമിനെ തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ 11-ൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യത വളരെ കുറവാണ്. മലപ്പുറത്തിന്റെ മുന്നേറ്റ നിരയും ഈ സീസണിൽ ഏറെ ശ്രദ്ധേയമാണ്. ബദർ, ഫക്കുണ്ടോ, റോയ് കൃഷ്ണ, ഗജനി, അഭിജിത്ത് എന്നിവർ ചേർന്ന് മലപ്പുറത്തിന്റെ ആക്രമണം തിളക്കമുള്ളതാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബദറും റോയ് കൃഷ്ണയും തമ്മിലുള്ള പാസിംഗ് കോമ്പിനേഷനും ഗോൾ മുന്നിൽ തീർത്ത സഹകരണവും എതിരാളികൾക്ക് പലപ്പോഴും തലവേദനയായി മാറിയിട്ടുണ്ട്. ഫക്കുണ്ടോയുടെ ദൂരവ്യാപ്തമായിട്ടുള്ള ഷോട്ടുകളും അഭിജിത്തിന്റെ സ്പീഡും ടിത്തിന്റെ ഗോളിന് സാധ്യതകൾ സൃഷ്ടിക്കുകയാണ്. ഈ കളികൾ പയ്യനാട് സ്റ്റേഡിയത്തിലെ ഗാലറി നിറയ്ക്കുന്ന ആയിരക്കണക്കിന് ആരാധകർക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കേന്ദ്രവും കൂടിയാണ്. കാലിക്കറ്റ് എഫ്സിയുടെ ഈ സീസൺ യാത്ര മിശ്ര ഫലങ്ങൾ നിറഞ്ഞതാണ്. ആദ്യ മത്സരത്തിൽ അവർ ഫോഴ്സ കൊച്ചിയെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തിയെങ്കിലും രണ്ടാമത്തെ മത്സരത്തിൽ തൃശ്ശൂരിനോട് തോൽവിയേറ്റത് അനുഭവിക്കേണ്ടി വന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ വേദനയായിരുന്നു. കാലിക്കറ്റിന്റെ കളിശൈലി, ഫുട്ബോൾ പൊസിഷൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും വിങ്ങുകളിൽ നിന്നുള്ള ആക്രമണങ്ങൾ മുഖ്യമായും ആശ്രയിക്കുന്നതാണ്. ടീമിന്റെ നായകൻ റിയാസ് കോയയുടെയും മധ്യനിരക്കാരനായിട്ടുള്ള നാസിർ ഹംസയുടെയും നേതൃത്വത്തിൽ അവർ മികച്ച ടീം കോർഡിനേഷൻ കാണിച്ചിട്ടുമുണ്ട്. എന്നാൽ പ്രതിരോധത്തിൽ ചില വീഴ്ചകളാണ് കഴിഞ്ഞ മത്സരത്തിൽ തോൽവിയിലേക്ക് നയിക്കുകയും ചെയ്തത്. ഈ പിഴവുകൾ നാളെ മലപ്പുറത്തിനെതിരെ ആവർത്തിക്കാതിരിക്കാൻ അവർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആദ്യ സീസണിൽ കാലിക്കറ്റിന്റെ കിരീടത്തിലേക്ക് നയിച്ച അബ്ദുൽ ഹക്കു, ഗനി നിഗം, ജോൺ കെന്നഡി തുടങ്ങിയ താരങ്ങൾ ഇപ്പോൾ മലപ്പുറത്തിന്റെ ജേഴ്സിയിലാണ് വരികയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സരം ഒരു ഇമോഷണൽ ക്ലാഷ് ആകുമെന്ന് ഉറപ്പ് തന്നെയാണ്. ആരാധകർക്ക് ഇത് ഫ്രണ്ട്സും ഫോർമർ ടീമേഴ്സും തമ്മിലുള്ള യഥാർത്ഥ പോരാട്ടമാണ്. ഹക്കുവിന് തന്റെ പഴയ ടീമിനെതിരെ പ്രകടനം കാഴ്ചവെക്കാനുള്ള പ്രചോദനം ഇരട്ടിയാണ്. മലപ്പുറം ക്യാമ്പിലും ഈ താരങ്ങളുടെ അനുഭവം ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അതേസമയം കാലിക്കറ്റിന്റെ ആരാധകർക്ക് അവർ മിസ് ചെയ്യുന്ന താരങ്ങൾ ഇപ്പോൾ എതിരാളികളായി വരുന്നത് കുറച്ച് വേദനയോടെ ആയിരിക്കും കാണുകയും ചെയ്യുന്നത്. മലപ്പുറം കാലിക്കറ്റ് മത്സരം എപ്പോഴും ഒരു ഡെർബിയുടെ തീവ്രതയുള്ളതാണെന്ന് കേരളത്തിന്റെ ഫുട്ബോൾ ചരിത്രം എല്ലാ കാലത്തും തെളിയിച്ചിട്ടുണ്ട്. ഇരുവിഭാഗവും ആരാധകർക്ക് തമ്മിലുള്ള പാരമ്പര്യ മത്സരാഭിമാനം ഈ കളിക്ക് വൈദ്യുതി പകരുകയും ചെയ്യുന്നു. കഴിഞ്ഞ സീസണിലെ കാലിക്കറ്റാണ് മലപ്പുറത്തെ തോൽവിയിലാഴ്ത്തിയതെങ്കിലും ഹോമിലും എവയിലും. അതുകൊണ്ട് തന്നെ ഈ വർഷം മലപ്പുറത്തിന്റെ ലക്ഷ്യം ആ തോൽവികളുടെ പകരം വസൂലാക്കുക എന്നത് തന്നെയാണ്. ആരാധകർ ഇതിനകം തന്നെ പയ്യനാടിന്റെ ഗാലറിയെ നിറയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അവരുടെ മുദ്രാവാക്യം ഒന്ന് മാത്രമാണ്: ഒന്നുകൂടി മലപ്പുറം എന്ന മുദ്രാവാക്യം സ്റ്റേഡിയം മുഴുവൻ മുഴങ്ങും. പയ്യനാട് സ്റ്റേഡിയം തന്നെ ഈ പോരാട്ടത്തിന്റെ പ്രധാനപ്പെട്ട നായകനാണെന്ന് പറയുകയും ചെയ്യാം. ഓരോ മത്സരത്തിനും ഇവിടെ ഉണ്ടാകുന്ന അന്തരീക്ഷം കേരളത്തിലെ മറ്റെവിടെയും കാണാനാവാത്തതാണ്. ചെറുപ്പക്കാരും കുടുംബങ്ങളും ചേർന്ന് ഗാലറികൾ നിറഞ്ഞൊഴുകുന്ന കാഴ്ചകൾ തന്നെ മലപ്പുറത്തിന്റെ ഫുട്ബോൾ സംസ്കാരത്തിന്റെ ഒരു നിറഞ്ഞൊഴുകുന്ന പ്രതീകരണം കൂടിയാണ്. രാത്രി വിളക്കുകളുടെ തെളിച്ചത്തിൽ തിളങ്ങുന്ന പിച്ചിൽ നാട്ടുകാരുടെ കരഘോഷങ്ങളും ഗാനങ്ങളുടെയും ചടങ്ങിലൂടെയും നടുവിൽ പന്ത് ഗോൾ പോസ്റ്റിലേക്ക് വീഴുമ്പോൾ തന്നെ മുഴങ്ങുന്ന ആഹ്ലാദനാദം തന്നെയാണ് ഈ ലീഗിന്റെ പ്രധാനപ്പെട്ട ആത്മാവ്. നാളെ അതിലും വലിയ ആഘോഷമായിരിക്കും പയ്യനാടിന്റെ സ്റ്റേഡിയത്തിൽ
സ്റ്റേഡിയത്തിൽ ഇടിമുഴക്കത്തോടെ മലപ്പുറം FC മുഴക്കുകയും ചെയ്യുക. അതിനെ തടയിടാനും വിജയത്തിന്റെ കരഘോഷം മുഴക്കുവാനും കാലിക്കറ്റ് FCയും നാളെ പയ്യനാട് സ്റ്റേഡിയത്തിൽ ഇറങ്ങും. ഈ മത്സരം തീപാറുമെന്നുറപ്പാണ്. ഇതൊരു പോരാട്ടത്തിന്റെ കനത്ത വെല്ലുവിളിയുടെ ഒരു സൂചന കൂടിയാണ്.